babes, welcome to Artistic. Back to another video of Centangle Art series. ഇന്ന് നമുക്കൊരു ജോമെട്രിക് സെൻറ്റാങ്കിൾ പാറ്റേൺ ട്രൈ ചെയ്ത് നോക്കിയാലോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്യൂർ സെൻറ്റാങ്കിൾ ആർട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ. അതായത് റിപ്പീറ്റേറ്റീവ് പാറ്റേൺസ് വരുന്നതാണ് ഈ പ്യൂർ സെൻറ്റാങ്കിൾ ആർട്ട് എന്നുള്ളത്. അതുപോലെ തന്നെ റിപ്പീറ്റേറ്റീവ് പാറ്റേൺ വരുന്ന ഒരു പാറ്റേൺ ആണ് നമ്മൾ ഇന്ന് വരയ്ക്കാൻ പോണത്. അപ്പം നമുക്കിതെങ്ങനെ വരയ്ക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം ഇതുപോലെ സ്ക്വയേഴ്സ് വരച്ചു കൊടുക്കുക. ഇത് ശരിക്കും സ്ക്വയേഴ്സ് അല്ല, ഗ്രിഡ് ലൈൻസ് ആണ്. ഞാൻ പക്ഷേ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് സ്ക്വയേഴ്സ് എന്ന് പറയുകയാണെന്ന് മാത്രം. സാധാരണ നമ്മളെപ്പോഴും ഗ്രിഡ് ലൈൻസ് എന്ന് പറയില്ലല്ലോ. ഈ സ്ക്വയേഴ്സ് വരച്ചു കൊടുക്കുമ്പോൾ നമുക്ക് പെർഫെക്ഷൻ മാത്രമല്ല, ഇതുപോലെയുള്ള റിപ്പീറ്റേറ്റീവ് പാറ്റേൺസ് വരുമ്പോൾ ഇതാണ് അതിൻ്റെ ബേസ്. സ്ക്വയേഴ്സ് വരച്ചതിന് ശേഷം നമ്മളിതുപോലെ പെറ്റൽസ് വരച്ചു കൊടുക്കുക. പെറ്റൽസ് വരച്ചു കൊടുക്കുമ്പോൾ ഓരോ സ്ക്വയറിലും ഓരോ പെറ്റൽസ് വീതം വരച്ചു കൊടുക്കുക. അങ്ങനെ 4 സ്ക്വയറിലും 4 പെറ്റൽസ് വീതം വരച്ചു കൊടുക്കുക. ഇതുപോലെ ഒരു ഫ്ലോറൽ ഷേപ്പ് നമുക്ക് കിട്ടും. അതിനുശേഷം ഈ പെറ്റൽസിനകത്ത് ആദ്യം ലൈൻസ് ഇട്ട് കൊടുക്കുക. ലൈൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന സ്ക്വയർ പോർഷൻ ഉണ്ടല്ലോ, അതിൽ ലൈൻസ് ഇട്ട് കൊടുക്കുക. അതിൽ ലൈൻസ് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ ബോക്സിൽ മേലേന്ന് താഴോട്ട് ലൈൻസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ബോക്സിൽ താഴേന്ന് മേലോട്ട് ലൈൻസ് ഇട്ട് കൊടുക്കുക. അത് മാത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.